So next is two area power system. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞിരുന്നത് സിംഗിൾ ഏരിയ പവർ സിസ്റ്റം ആയിരുന്നു. അപ്പോൾ സിംഗിൾ ഏരിയ സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞ LFCയുടെ ബ്ലോക്ക് ഡയഗ്രാം അത് തന്നെയാണ് സിംഗിൾ ഏരിയ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ അതിൽ ഇൻപുട്ട് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു, 3 കേസസ് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഒരു സിംഗിൾ ഏരിയ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് അവർ റൂം. ഇപ്പോൾ നമ്മുടെ റൂമിൽ നമുക്കിപ്പോൾ കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാകും അല്ലേ, ഇപ്പോൾ കുറേ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഉണ്ടാകും. അപ്പോൾ അതിനെല്ലാം കൂടി നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ജസ്റ്റ് നമ്മളൊരു സിംഗിൾ ഏരിയ, ഒരു റൂം പോലെ. ഇപ്പോൾ 2 ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പല ഏരിയാസിനെ എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്തെടുക്കുന്നു. ഈ പല ഏരിയാസ് നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ടൈലൈൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞായിരുന്നു. അതായത് നമ്മൾ LFCയുടെ ബ്ലോക്ക് ഡയഗ്രാം അല്ല, നമ്മൾ തുടക്കത്തിൽ ഫസ്റ്റ് ബ്ലോക്ക് ഡയഗ്രാം നമ്മൾ പറഞ്ഞപ്പോൾ അതൊരു ഡെൽറ്റ പി ടൈ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു LFC പറഞ്ഞപ്പോൾ. അപ്പോൾ LFCയുടെ ഒബ്ജക്റ്റീവിൽ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ടു മീറ്റ് ദ ടൈ ലൈൻ പവർ ഷെഡ്യൂൾ. അതായത് 2 ഏരിയാസ് തമ്മിലുള്ള പവർ ലൈൻ, അതായത് ടൈ ലൈൻ പവർ, അതായത് പവർ എക്സ്ചേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുക. അതും എന്താണ്, LFCയുടെ ഒരു ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ 2 ഏരിയ പവർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ an extended power system can be divided into a number of low frequency control areas interconnected by means of tie lines. അപ്പോൾ tie lines കൊണ്ടാണ് ഏരിയാസിനെ എന്ത് ചെയ്യുന്നത്, ഇൻ്റർകണക്ട് ചെയ്യുന്നത്. ഓക്കെ, now consider 2 control areas. നിങ്ങൾ അങ്ങനെ ഒരു 2 കൺട്രോൾ ഏരിയാസ് നമ്മൾ കൺസിഡർ ചെയ്യണം. 2 control areas connected by a tie line. ഓക്കെ, 2 കൺട്രോൾ ഏരിയാസ് ഞാൻ കൺസിഡർ ചെയ്തു, അതിന് ടൈ ലൈൻ കൊണ്ട് കണക്ട് ചെയ്തേക്കാണ്. അപ്പോൾ കൺസിഡർ 2 areas represented by an equivalent generating unit interconnected by a lossless tie line with reactance X10. അപ്പോൾ ഇതിൻ്റെ റിയാക്ടൻസ് ഞാൻ എന്തായിട്ട് എടുക്കുകയാണ്, X10 എന്ന് എടുക്കുകയാണ്. Now during normal operation the real power transferred from over the tie line is, സോ ഇതുവഴി ട്രാൻസ്ഫർ ചെയ്യുന്നത് നമുക്ക് ഇപ്പം ഞാൻ പറയുകയാണ്, പവർ എവിടെ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, കൺട്രോൾ ഏരിയ 1ൽ നിന്ന് കൺട്രോൾ ഏരിയ 2ലോട്ടാണ് പവർ ട്രാൻസ്ഫർ വരുന്നത്. സോ അതിനാണെങ്കിൽ നോർമൽ ഓപ്പറേഷനിൽ P12ൻ്റെ എക്സ്പ്രഷൻ എനിക്ക് എങ്ങനെ എഴുതാം, E1 E2 ഡിവൈഡ് ബൈ X12 ഇൻറ്റു സൈൻ Δ1 മൈനസ് Δ2. സോ വെയർ P ഈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് ആ എക്സ്പ്രഷൻ അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. V1 V2 ബൈ X ഇൻറ്റു സൈൻ ഡെൽറ്റ, ആ എക്സ്പ്രഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ജനറേറ്ററിൻ്റെ കേസിൽ. അപ്പോൾ അത് വെച്ചിട്ടാണ്, സിംഗിൾസ് ജനറേറ്ററൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ അത് വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. P12 ഈസ് ഈക്വൽ ടു E1 E2 ബൈ X12 ഇൻറ്റു സൈൻ Δ1 മൈനസ് Δ2 എന്ന് എഴുതി. Now where E1 and E2 are voltage magnitudes of area 1 and 2, Δ1 and Δ2 are the power angles of the equivalent machines of their respective area, and X12 is the tie line reactance, and X12 is given by X1 plus X tie plus X2 in the reactance plus in the reactance plus this one reactance. So now for a small deviation in the tie line flow, that is delta P12 ഫ്രം ദി നോമിനൽ വാല്യൂ, സോ നോർമൽ വാല്യൂ എന്ന് P12 എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഡെൽറ്റ P12 ഇസ് ഈക്വൽ ടു dP12 ബൈ d Δ12 അറ്റ് Δ120, അതായത് ഇനിഷ്യൽ ആംഗിൾ ഇൻറ്റു Δ12 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈ ടേമിനെ ഞാൻ എന്താണെന്ന് എഴുതി, PS ഇൻറ്റു Δ12 എന്ന് എഴുതി. സോ ഈ PSന് ഒരു PS എന്ന് പറഞ്ഞാൽ സിംഗണൈസിങ് പവർ കോഎഫിഷ്യൻറ്റ്. നിങ്ങൾ സിംഗണൈസ് ജനറേറ്ററിൽ പഠിക്കുന്നുണ്ട്. ദ ക്വാണ്ടിറ്റി PS ഇസ് ദ സ്ലോപ്പ് ഓഫ് ദി പവർ ആംഗിൾ കർവ് അറ്റ് ദ ഇനിഷ്യൽ ഓപ്പറേറ്റിംഗ് ആംഗിൾ Δ120, that is equal to Δ10 minus Δ20, and is defined as synchronizing power coefficient. Thus we have PS equal to dP12 by d Δ12 at Δ120, that is equal to E1 E2 by X12. നേരത്തെ ഉള്ളതിൻ്റെ എന്ത് ചെയ്തു, ഡെറിവേറ്റീവ് എടുത്തു വിത്ത് റെസ്പെക്ട് ടു Δ12. സോ ഇവിടെ എന്തായിട്ട് മാറും, cos Δ120. Now the tie line power deviation then takes in the form delta P12 is equal to PS into Δ1. that is PS ഞാൻ എന്ത് കൊടുത്തു, ഈ സംഭവം എടുത്തിട്ട് കൊടുത്തു. സോ PS into then Δ12 എന്ന് പറഞ്ഞാൽ എന്താണ്, Δ12 എന്ന് പറഞ്ഞാൽ എന്താണ്, Δ1 minus Δ2. Now the tie line power flow appears as a load increase in one area and a load decrease in the other area. അപ്പോൾ ഒരിടത്ത് എന്താണ് ടൈ ലൈൻ പവർ ചേഞ്ച്, ടൈ ലൈൻ പവർ ഫ്ലോ Δ P12 എന്ന വേരിയേഷൻ വരുമ്പോഴത്തേക്ക് ഒരു ഏരിയയിൽ അതെന്താണ്, ലോഡ് ഇൻക്രീസ് ഇൻ വൺ ഏരിയ ആൻഡ് എ ലോഡ് ഡിക്രീസ് ഇൻ ദി അതർ ഏരിയ.
depending on the direction of the flow. Direction of flow എങ്ങനെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. If delta delta 1 is greater than delta delta 2, the power flows from എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? area 1 to area 2. So a block diagram representation for the two area system with the load frequency load frequency control containing only the primary loop is shown in figure. So primary loop മാത്രം വെച്ചിട്ട് നമ്മൾ ടു ഏരിയ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നോക്കി, ഇതിൽ വേറൊന്നുമില്ല, ഇത്രയും എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഓൾറെഡി വരച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ രണ്ട് ഏരിയാസ് ഇതിനെ ഒരു സമ്മേഷൻ വെച്ചിട്ട് നമ്മൾ കമ്പൈൻ ചെയ്യുന്നുണ്ട്. സോ ഡെൽറ്റ F1 ഓഫ് എസ് ഇങ്ങോട്ട് വരും. സോ ഇവിടെ ഇൻക്രീസ് ഇൻ ലോഡ് ഡിമാൻഡും ദെൻ ഇവിടെ ഡിക്രീസ് ഇൻ ലോഡ് ഡിമാൻഡുമാണ് സെക്കൻഡ് ഏരിയയിൽ. സോ ഡിക്രീസ് ഇൻ ലോഡ് ഡിമാൻഡാണ് നമ്മളിവിടെ എന്തെടുത്തു? മൈനസ് ഇട്ടു. സോ പ്ലസ് ഡെൽറ്റ F1 ഓഫ് എസ് മൈനസ് ഡെൽറ്റ F1 ഓഫ് എസ് ഇട്ടു. സോ ഇവിടെ എന്താ വേണ്ടത്? ഡെൽറ്റ P12. സോ PS/S ഇൻറ്റു ഡെൽറ്റ P12. ഇതെങ്ങോട്ടൊക്കെ പോവും? ഏരിയ 1ലോട്ടും പോവും, ഏരിയ 2ലോട്ടും. സോ ഏരിയ 1ൽ നിന്ന് പോകുന്നതായിട്ടാണ് നമ്മൾ പറയുന്നത്. പവർ ഫ്ലോസ് ഫ്രം ഏരിയ 1 ടു ഏരിയ 2 ആണ്. സോ ഏരിയ 1ൽ മൈനസ് ഡെൽറ്റ P12, ഇവിടെ എന്താ വരുന്നത്? പ്ലസ് ഡെൽറ്റ P12 വരും. ദെൻ ബാക്കി എല്ലാം അതുപോലെയാണ്. ഡെൽറ്റ PD1 ഓഫ് എസ്, ഡെൽറ്റ PD2 ഓഫ് എസ്, ഡെൽറ്റ PC1 ഓഫ് എസ്, ഡെൽറ്റ PC2 ഓഫ് എസ്. അപ്പം ഫസ്റ്റ് ബ്ലോക്ക് ഡയഗ്രാം അറിയാമെന്നുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് വരയ്ക്കാം. അതിനകത്ത് ഇത്രയും പോർഷൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെന്നേ ഉള്ളൂ. അതിൻ്റെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, അതാണ് പറയുന്നത്. സോ നോക്കി, ലെറ്റ് us consider a load change delta PD1 in area 1. സോ ഏരിയ 1ൽ ഡെൽറ്റ PD1 എന്ന് പറയുന്ന ഒരു ലോഡ് ചേഞ്ച് വരികയാണ്. സോ ഇൻ ദി സ്റ്റഡി സ്റ്റേറ്റ് both the areas will have the same steady state frequency deviation. അപ്പോൾ രണ്ട് ഏരിയാസിനും എന്തായിരിക്കും? സെയിം ഫ്രീക്വൻസി ഡീവിയേഷൻ ആയിരിക്കും. സോ ഡെൽറ്റ F is equal to delta F1 which is equal to delta F2, ഇക്വേഷൻ നമ്പർ 1. ആൻഡ് നമ്മൾ ഫസ്റ്റ് ഏരിയയിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ PG1 മൈനസ്, നമുക്ക് ബ്ലോക്ക് ഡയഗ്രത്തിൽ മനസ്സിലാവും, ഡെൽറ്റ PG1 ദാറ്റ് ഇസ് ഇവിടെ വരുന്ന ഡെൽറ്റ PG1 മൈനസ് ഡെൽറ്റ PD1 മൈനസ് ഡെൽറ്റ P12 എന്ന് പറയുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? ഡെൽറ്റ F എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഡെൽറ്റ PG2 ദെൻ ഡെൽറ്റ P12 എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്ലസ് ഡെൽറ്റ P12 ഈക്വൽ ടു ഡെൽറ്റ F. കാരണം നമ്മൾ കൺസിഡർ ചെയ്യുന്ന എവിടുത്തെ ലോഡ് ചേഞ്ച് ആണ്? ഏരിയ 1ലെയാണ്. സോ ഇവിടെ ലോഡ് ചേഞ്ച് ഒന്നുമില്ല. സോ ഇവിടെ ഡെൽറ്റ PD2 എന്ന് പറയുന്നത് 0 ആണ്. സോ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഡെൽറ്റ PG2 പ്ലസ് ഡെൽറ്റ P12 is equal to ഡെൽറ്റ F. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ആൻഡ് ഈ രണ്ടും കൂടെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതി. ഇനി പറയാന്ന് പറഞ്ഞാൽ the change in mechanical power is determined by governor speed characteristics. This is given by delta PG1 നെ എനിക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഡെൽറ്റ F/R. നമ്മൾ സിംഗിൾ ഏരിയ പറഞ്ഞപ്പോൾ ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ദെൻ ഡെൽറ്റ PG2 is equal to മൈനസ് ഡെൽറ്റ F/R. രണ്ടും കൂടെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതി. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 3 into 2, നേരത്തെ 2ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് നമ്മൾ എന്തോ എടുത്തു? ഡെൽറ്റ F എടുത്തു. സോ ഡെൽറ്റ F is equal to എന്താ കിട്ടുന്നത്? മൈനസ് ഡെൽറ്റ PD1 ബൈ 1 പ്ലസ് R1 പ്ലസ് D1 പ്ലസ് 1/R2 പ്ലസ് D2 എന്ന് വരും. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി, ഇതുപോലെ തന്നെ കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ PD1 ഡിവൈഡ് ബൈ B1 പ്ലസ് B2, വേർ B1 is 1/R1 പ്ലസ് ഡെൽറ്റ 1/R1 plus D1 and B2 is 1/R2 plus D2. Okay, now where B1 and B2 are known as frequency bias factors. എന്താണ് പറയുന്നത്? frequency bias factors എന്ന് പറയും. So the change in the tie line power is delta P12 is equal to, നമ്മൾ ഇതിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ്, അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ ഒന്നും വേണ്ട, ഇത് ബൈ ഹാർട്ട് ചെയ്ത് വയ്ക്കുക. ചേഞ്ച് ഇൻ tie line power is എന്തെഴുതാം നമുക്ക്? delta P12 is equal to minus 1/R2 plus D2 into delta PD1 divided by 1/R1 plus D1 into 1/R2 plus D2. So ഇതിനെ ഞാൻ B2 എന്ന് എഴുതി. B2 by B1 plus B2 into minus delta PD1 എന്ന് എഴുതി. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഡെൽറ്റ പി ഡിയുടെ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡെൽറ്റ പി ഡി ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ എഫ് ഇൻറ്റു B1 പ്ലസ് B2 എന്നാണ്. അപ്പോൾ അത് ഇതിലോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡെൽറ്റ എഫ് ഇൻറ്റു B1 പ്ലസ് B2 ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് B2 ഇൻറ്റു ഡെൽറ്റ എഫ് എന്ന് വരും. ദാറ്റ് ഈസ് 1/R2 പ്ലസ് D2 ഇൻറ്റു ഡെൽറ്റ എഫ് എന്ന് വരും. ഡെൽറ്റ P12 ഈസ് ഈക്വൽ ടു
1/R2 plus D2 into delta F എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. പ്രോബ്ലം ചെയ്യാനായിട്ട് ഇതൊക്കെ വേണം. അപ്പോൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഡെൽറ്റ P12 is equal to 1/R2 plus D2 into delta F ഉണ്ട്. അതുപോലെ B2 by D1 plus B2 into minus delta PD1 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ചിലപ്പോൾ നമുക്ക് ഈ R2ഉം D2ഉം ഫ്രീക്വൻസി ഡെൽറ്റ എഫും ഫ്രീക്വൻസി ഡീവിയേഷനും ഒക്കെ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഡെൽറ്റ P12 കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ 2 ഏരിയ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് ഇവിടെ നോക്കാം. സോ അതിന് മുമ്പേ നമുക്ക് ആ ബ്ലോക്ക് ഡയഗ്രത്തിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ബ്ലോക്ക് ഡയഗ്രത്തിൽ, അതായത് ചേഞ്ച് ഇൻ ലോഡ് ഡിമാൻഡ്, ഇപ്പോൾ ലോഡ് ഡിമാൻഡിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്റ്റീവ് പവറിനെ കൺട്രോൾ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ലോഡ് ഫ്രീക്വൻസി കൺട്രോൾ. അതായത് ചേഞ്ചസ് ഇൻ റിയൽ പവർ അഫക്ട്സ് ദ സിസ്റ്റം ഫ്രീക്വൻസി ആൻഡ് ചേഞ്ചസ് ഇൻ റിയാക്റ്റീവ് പവർ. റിയാക്റ്റീവ് പവറിൽ ചേഞ്ച് വരുവാണെന്ന് നമ്മളതിനെ എന്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ബൈ അഡ്ജസ്റ്റിംഗ് ദ വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ്, അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ റിയാക്റ്റീവ് പവർ ആർ അഫക്ട്സ് ദി വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ റിയാക്റ്റീവ് പവറിൻ്റെ ഇക്വേഷനൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, സിഗ്നസ് ജനറേറ്റർ പഠിച്ചിട്ടുള്ളതാണ്. സോ ക്യൂ എന്ന് പറഞ്ഞാൽ എന്തിന് പ്രൊപ്പോർഷനിലാണ്? വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡിന് പ്രൊപ്പോർഷനാണ്. സോ അപ്പോൾ വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡിന് വേരി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്? എക്സൈറ്റേഷനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എക്സൈറ്റേഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ എന്തുകൊണ്ട്? AVR എന്ന് പറഞ്ഞൊരു ലൂപ്പ് നമ്മളവിടെ പറഞ്ഞായിരുന്നു ഫസ്റ്റ് ബ്ലോക്ക് ഡയഗ്രത്തിൽ, ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേറ്റർ. അപ്പോൾ അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മൊഡ്യൂൾ കഴിയും, പിന്നെ പ്രോബ്ലംസ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ നോക്കി, എ ചേഞ്ച് ഇൻ റിയൽ പവർ ഡിമാൻഡ് അഫക്ട്സ് ദ ഫ്രീക്വൻസി വെറാസ് എ ചേഞ്ച് ഇൻ റിയാക്റ്റീവ് പവർ അഫക്ട്സ് മെയിൻലി ദ വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ്. The generator excitation systems maintain the generator voltage and controls the reactive power flow. The primary means of generator reactive power control is the generator excitation control using എന്ത് വെച്ചിട്ട് എക്സൈറ്റേഷൻ കൺട്രോൾ ചെയ്യുന്നത്? ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേറ്റർ, AVR. So the role of an AVR is to hold the terminal voltage magnitude of a synchronous generator at a specified level. The schematic diagram of a simplified AVR is shown in figure. അപ്പോൾ ഇതാണ് AVRൻ്റെ ഒരു സിംപ്ലിഫൈഡ് ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് പറയുന്നത് നോക്കി, ഒരു V റെഫറൻസ് ഉണ്ട്, ഒരു ആംപ്ലിഫയർ ഉണ്ട്, ഒരു എക്സൈറ്റർ ഉണ്ട്, ദെൻ നമ്മുടെ ജനറേറ്റർ ഉണ്ട്. അപ്പോൾ ജനറേറ്ററിൻ്റെ ആക്റ്റീവ് പവർ ആൻഡ് റിയാക്റ്റീവ് പവർ. അപ്പോൾ നമ്മളൊരു ഇതിൻ്റെ വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ വെച്ച് മെഷർ ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ വേരിയേഷൻ ഉള്ളതിനെ റെക്ടിഫൈ ചെയ്ത് ഈ റെഫറൻസുമായിട്ട് കമ്പയർ ചെയ്ത് ആ എററിനെ ആംപ്ലിഫൈ ചെയ്ത് ഇവിടെ എക്സൈറ്ററിലോട്ട് കൊടുത്ത് ആ വോൾട്ടേജ് VF എന്ന് പറയുന്നത് ആ എക്സൈറ്ററിൽ നിന്ന് വരുന്ന, എക്സൈറ്റർ എന്ന് പറയുന്നത് ഒരു ജനറേറ്ററും ഒരു ഫീൽഡോട്, ഒരു DC ജനറേറ്ററാണ്. അപ്പോൾ എക്സൈറ്ററിലോട്ട് കൊടുത്തിട്ട് എക്സൈറ്ററിൻ്റെ എക്സൈറ്ററിലോട്ട് കൊടുത്ത് അത് ആ വോൾട്ടേജ്, ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിനാണ് നമ്മൾ മെയിൻ ജനറേറ്ററിൻ്റെ ഫീൽഡിലോട്ട് കൊടുക്കുന്നത്. നോക്കി, ആൻ ഇൻക്രീസ് ഇൻ ദ റിയാക്റ്റീവ് പവർ ലോഡ് ഓഫ് ദ ജനറേറ്റർ ഈസ് അക്കമ്പനീഡ് ബൈ എ ഡ്രോപ്പ് ഇൻ ദ ടെർമിനൽ വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അപ്പോൾ റിയാക്റ്റീവ് പവർ ലോഡിൽ ഒരു ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് പറ്റും? ടെർമിനൽ വോൾട്ടേജ് മാഗ്നിറ്റ്യൂഡ് is accompanied by a drop in terminal voltage magnitude. So terminal voltage magnitude increase ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? The voltage magnitude is sensed through a potential transformer on one phase. This voltage is rectified and compared to a DC set point signal. We reference അതിനെ compare ചെയ്തു. The amplified error signal controls the exciter field and increases the exciter terminal voltage. അപ്പോൾ ഈ ആംപ്ലിഫയർ എന്ത് ചെയ്തു? എറർ സിഗ്നലിനെ കൺട്രോൾ ചെയ്യും. എറർ സിഗ്നൽ എന്ത് ചെയ്യും? ദ ആംപ്ലിഫൈഡ് എറർ സിഗ്നൽ, ഇവിടെ നിന്ന് വരുന്ന എറർ സിഗ്നൽ കൺട്രോൾസ് ദി എക്സൈറ്റർ ഫീൽഡ്. Thus the generator field current is increased, which results in an increase in generator EMF. The reactive power generation is increased to a new equilibrium, raising terminal voltage to a desired value. The exciter field time constant and the generator field time constant are large enough to impair the system's dynamic response. Now the dynamic response of a system can be improved by the internal derivative feedback.
The derivative feedback in the system is provided by means of a stabilizing transformer excited by the exciter output voltage V. അപ്പോൾ ഇവിടെ നോക്കി സിസ്റ്റത്തിൻ്റെ ഡൈനാമിക് റെസ്പോൺസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്തുകൊണ്ട് ഒരു ഇൻറ്റേർണൽ ഡെറിവേറ്റീവ് ഫീഡ്ബാക്ക് വേണം. അപ്പോൾ ഇൻറ്റേർണൽ ഡെറിവേറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രൊവൈഡഡ് ബൈ മീൻസ് ഓഫ് എ സ്റ്റെബിലൈസിങ് ട്രാൻസ്ഫോമർ. അപ്പോൾ നമുക്ക് ഒരു സ്റ്റെബിലൈസിങ് ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ട് ആൻഡ് ഇറ്റ് ഈസ് എക്സൈറ്റഡ് ബൈ ദി ഏത് വെച്ചിട്ടാണ് സ്റ്റെബിലൈസിങ് ട്രാൻസ്ഫോമർ എക്സൈറ്റ് ചെയ്യുന്നത്? എക്സൈറ്ററിൻ്റെ ഔട്ട്പുട്ട് വെച്ചിട്ട്. The derivative feedback in this system is provided by means of a stabilizing transformer excited by the exciter output voltage VE. The output of the stabilizing transformer is fed negatively at the input terminals of the amplifier. Input ലോട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ആംപ്ലിഫയറിലോട്ടാണ് വരുന്നത്. ദെൻ ഇതിൻ്റെ മോഡലും കൂടെ പറയണം. ബ്ലോക്ക് ഡയഗ്രം റെഡ്യൂസ് ചെയ്തെടുക്കണം. സോ ആംപ്ലിഫയർ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്ക് the excitation system amplifier may be a magnetic amplifier, rotating amplifier or modern electronic amplifier. The amplifier is represented by a gain KA and a time constant tau A, and the transfer function is V R of S by V E of S equal to KA by 1 plus tau A. So ഇതാണ് ആംപ്ലിഫയറിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. Then exciter model ആണ് പറയുന്നത്. So modern excitation systems uses AC power source through SCR. അപ്പോൾ SCR വെച്ചിട്ടുള്ള എക്സൈറ്റർ മോഡലാണ്. Then the output voltage of the exciter is a non-linear function of the field voltage because of the saturation effects of the magnetic circuit. And its transfer function എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? VF of S by VR of S equal to VF of S എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്, VR of S എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻപുട്ട് equal to KE by 1 plus tau ES നേടും. ജനറേറ്റർ മോഡലാണ്. The synchronous machine generated EMF is a function of the machine magnetization curve and its terminal voltage is dependent on the generator load. The transfer function relating the generator voltage to its field voltage can be represented by a gain kg and a time constant tau g. So Vt of S divided by Vf of S equal to kg divided by 1 plus tau gs. അപ്പോൾ ഇനി ഇതിൻ്റെ സെൻസർ മോഡലാണ്. സോ സെൻസർ എന്ന് നമ്മൾ പറഞ്ഞു എന്താണ്? The voltage is sensed through a potential transformer and its transfer function is given by Vs of S divided by Vt of S, that is Kr divided by 1 plus tau Rs. Now the simplified AVR block diagram is shown in figure. So നോക്കി the V reference, then ഇതെന്താണ്? ആംപ്ലിഫയർ, then ഇത് എക്സൈറ്റർ, ജനറേറ്റർ, then വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിനെ നമ്മൾ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ വെച്ച് മെഷർ ചെയ്ത് ഒരു സെൻസർ ഉണ്ട് അവിടെ. അപ്പോൾ സെൻസറിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനാണിത് VT of S and ഔട്ട്പുട്ട് VS of S. VS of S by VT of S equal to KR by 1 plus 2RS. ആ VS of S നമ്മളിവിടെ കൊടുത്തു. ഇത് V റെഫറൻസ് കൊണ്ട് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്ത എററിനെയാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്, ആംപ്ലിഫയറിലോട്ട് കൊടുക്കുന്നത്. ആംപ്ലിഫയറിൽ നിന്ന് VR of S എക്സൈറ്ററിൽ കൊടുത്തു. എക്സൈറ്ററിൻ്റെ ഔട്ട്പുട്ട് VF of S, ജനറേറ്ററിൻ്റെ ഫീൽഡ് എക്സൈറ്റേഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. പിന്നെ ഔട്ട്പുട്ട് VT of S. അപ്പോൾ ഇതാണ് ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേറ്റർ AVR. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ മോഡൽ ചോദിക്കുവാണെങ്കിൽ മാത്രമേ ഇത് വരയ്ക്കാവുള്ളൂ. അല്ലാതെ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ഇത് വരച്ച് മാർക്കിനനുസരിച്ച് വേണം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഒത്തിരി തവണ AVR ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേറ്റർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 4th മോഡലിലെ തിയറി പോർഷൻസ് വരുന്നത്. ഇനി ഇതിനകത്തുള്ളത് പ്രോബ്ലംസ് ആണ്. ഓക്കെ, അത് നമുക്ക് നോക്കാം. പ്രോബ്ലംസും കൂടി നോക്കാം.